കഴിഞ്ഞൊരു 4-5 മാസങ്ങൾക്ക് മുമ്പ് അണക്കരയിൽ വലിയൊരു മിറക്കിളുണ്ടായി. റൂഷൻ്റെ സെൻറ്ററിലുണ്ടായ, അണക്കര ധ്യാന കേന്ദ്രത്തിലുണ്ടായ അത്ഭുതങ്ങളിലെ അത്ഭുതങ്ങളെന്ന് പറയാവുന്നൊരു സംഭവമാണിത്. അപ്പനും അമ്മയും കൂടെ കൺവെൻഷന് വന്നു. പാവങ്ങളാണ്, വിശുദ്ധമായ വഴിയിൽ ജീവിക്കുന്നവർ. അവർക്കൊരു കുഞ്ഞുണ്ട്, 4.5 വയസ്സായിട്ട് ഈ കുഞ്ഞ് എഴുന്നേറ്റ് നടന്നിട്ടില്ല. കൊച്ചിൻ്റെ 2 കാലുകളും വളഞ്ഞാണിരിക്കുന്നത്. നട്ടെല്ലിനും ഒരു വളവുണ്ട്. ജന്മനാ ഉള്ള അംഗവൈകല്യമാണ്. കുഞ്ഞിങ്ങനെ നിലത്ത് കിടന്ന് നിരങ്ങും, അല്ല വലിഞ്ഞിങ്ങനെ വലിച്ചു നടക്കും. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, കുഞ്ഞിനൊരു 2-3 ഓപ്പറേഷൻ ചെയ്താൽ ശരിയാകും. ചില ഡോക്ടേഴ്സ് പറഞ്ഞു കുറച്ചും കൂടി കഴിഞ്ഞാൽ തന്നെ ആയിക്കോളും. പക്ഷേ എല്ലാവരും പറഞ്ഞു പ്രതീക്ഷ കാണുന്നില്ല. കാരണം ഒരു പ്രത്യേക രീതിയിൽ ആ കുഞ്ഞിൻ്റെ കാല് വളഞ്ഞിരിക്കുക, നട്ടെല്ലാം വളഞ്ഞിരിക്കുക, ഒരു അംഗവൈകല്യം, ജന്മനാ ഉള്ള അംഗവൈകല്യം. അപ്പോൾ ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഒരു ആദ്യ ശനിയാഴ്ച അവിടെ വലിയൊരു കൂട്ടായ്മയാണ്. ആയിരക്കണക്കിന് ദൈവജനം വന്ന്. അവിടെ ഒരു സൗകര്യം ഇല്ല കേട്ടോ, അവിടെ ദൈവം മാത്രമേ ഉള്ളൂ, അത് മതി. സൗകര്യങ്ങളുള്ളിടത്ത് പലപ്പോഴും ദൈവമില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സൗകര്യങ്ങൾ കൂടുമ്പോൾ ദൈവ സാന്നിധ്യം വിട്ടുപോകുന്നതായിട്ടാണ് ഞാൻ ഈ കാലയളവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. തമ്പുരാൻ ആഗ്രഹിക്കുന്നത് സിംപ്ലിസിറ്റിയാണ്, സാധാരണത്വം. അപ്പോൾ അങ്ങനെ ഈ അപ്പനും അമ്മയും കൂടി കുഞ്ഞുമായിട്ട് വന്നു. അവിടെ ഒരു ഭിത്തി സൈഡിൽ, പള്ളിയുടെ ഒരു പകുതിക്ക് താഴെ ഭിത്തി സൈഡിൽ കുഞ്ഞിനെ നിലത്ത് കിടത്തിക്കൊണ്ട് അമ്മ ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ കരഞ്ഞു, യേശുവേ എൻ്റെ കുഞ്ഞിനെ നീ കാണണേ. പ്രിയപ്പെട്ട മക്കളെ, ഞാൻ അറിഞ്ഞത് ആ നിമിഷം തന്നെ ആരാധന സമയത്ത് പരിശുദ്ധാത്മാവ് എനിക്കൊരു ശക്തമായ പ്രേരണ തന്നിട്ട് ഞാൻ വിളിച്ചു പറഞ്ഞു, നടക്കാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നൊരു കുഞ്ഞിനെ കർത്താവ് ഇങ്ങനെ കൈ കൊടുത്ത് എഴുന്നേൽപ്പിക്കുക. എനിക്കിത് കാണാമായിരുന്നു, സത്യം പറയാം. പ്രൈസ് ദി ലോർഡ്. സ്ഥലത്ത് പരിശുദ്ധാത്മ എനിക്ക് വെളിപാട് തരാറുണ്ട്, ശരിക്കും തരാറുണ്ട്. കാണാം, ഒരു കുഞ്ഞിനെ ഇങ്ങനെ ഈശോ ഇങ്ങനെ എഴുന്നേൽപ്പിക്കുന്നത് ഞാൻ കണ്ടു. പ്രൈസ് ദി ലോർഡ്. പിടിച്ചെഴുന്നേൽപ്പി ഞാൻ ഇത് അതേപടി വിളിച്ച് പറഞ്ഞു, ഈ സമയത്ത് ഈശോ ഒരു കുഞ്ഞിനെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നു. അത് ആ കുട്ടിയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ആ കുട്ടി തന്നെയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആ കുഞ്ഞ് പൂർണ്ണമായിട്ട് സൗഖ്യപ്പെട്ട് എഴുന്നേറ്റു, പരിപൂർണമായിട്ട് സൗഖ്യപ്പെട്ട് എഴുന്നേറ്റു. ധനവിളി കേൾക്കുന്ന ദൈവമുണ്ട് മക്കളെ. ഈ ദൈവത്തെ അനുഭവിക്കാത്തത് നമ്മൾ സൂസന്നെ അല്ലാത്തതുകൊണ്ടാ. 2 വള്ളത്തേലാ കാല് വെച്ചിരിക്കുന്നത്. ഇവിടെ ഇരിക്കുമ്പോൾ ദൈവഭക്തയും ഇവിടെ വിട്ട് റോഡിലോട്ട് ഇറങ്ങി വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ജഡികനായ വ്യക്തിയും സുഖലോലുപതയ്ക്കും ആഡംബരത്തിനും സൗകര്യങ്ങൾക്കും പെരുമയ്ക്കും ഒക്കെ അടിമയായ ജഡികനായ വ്യക്തി, അങ്ങനെയുള്ളവൻ നിലവിളിക്കുമ്പോൾ ആ നിലവിളിയായിട്ട് നിൽക്കുകയുള്ളൂ. നിലവിളിക്ക് ഉത്തരം കിട്ടുന്നില്ല. നമ്മളൊക്കെ ബിസിനസ്സിൻ്റെ മേഖലയിൽ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഈ നാട്ടിൽ ഒത്തിരി പേരുണ്ട്. ഇന്ന് ലോകം മുഴുവൻ തന്നെ ബിസിനസ് മേഖലയില്ല. ഒരു കാര്യം ഓർത്തണം, കളങ്കമറ്റ കൈകളായിരിക്കണം, നിർമ്മലമായ ഹൃദയവുമായിരിക്കണം. എങ്കിലേ ആ കരമുയർത്തുമ്പോൾ ആ കരത്തിൽ ദൈവത്തിൻ്റെ പിടുത്തമുണ്ടാകുകയുള്ളൂ. ദൈവം മുറുകെ പിടിക്കും. ഒരുപക്ഷെ നമ്മൾ വിചാരിക്കും പള്ളി കൊണ്ട് കുറേ ദശാംശങ്ങൾ കൊണ്ട് എറിഞ്ഞാൽ ദൈവം പ്രസാദിക്കും. ഒരിക്കലും അങ്ങനൊരു സംഭവം നമ്മുടെ ബൈബിളിലില്ല. നമ്മുടെ ഈശോയെ പണം കൊടുത്ത് നമുക്ക് പ്രീതിപ്പെടുത്താനാവില്ല. നമ്മുടെ ഈശോയ്ക്ക് നമ്മൾ ലോകത്തിൽ പെരുന്നാൾ കഴിപ്പിച്ചുകൊണ്ടൊന്നും പ്രീതിപ്പെടുത്താൻ പറ്റില്ല. നേർച്ച കാഴ്ചകൾ നടത്തിക്കൊണ്ടൊന്നും പ്രീതിപ്പെടുത്താൻ പറ്റില്ല. നമ്മുടെ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ ഒരൊറ്റ വഴിയുള്ളൂ, വിശുദ്ധി മാത്രമേ ഉള്ളൂ. വിശുദ്ധിയോടെ ജീവിക്കൽ മാത്രമാണ്. അതാണ് ദൈവത്തിന് ഏറ്റവും പ്രീതികരമായ ജീവിതം, വിശുദ്ധിയിലുള്ള ജീവിതം. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വിശുദ്ധി നിറഞ്ഞ ഹൃദയം, വിശുദ്ധി നിറഞ്ഞ് ഒരുപാട് നന്മ പ്രവർത്തികൾ ചെയ്യുന്നുണ്ടാകാം, അതൊന്നും പോരാ. ഹൃദയവിശുദ്ധി. അതാണ് മത്തായിയുടെ സുവിശേഷം 5:8. ഹൃദയശുദ്ധത ഉള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. 1 തെസ്സലോനിക്കർ 4:3 നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുക. 1 പത്രോസ് 1:15 നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ എന്ന് പറയുന്നു. അവർക്ക് പറഞ്ഞ് ഹല്ലേലൂയ. എഫെസസ് ലേഖനം 4:22, 23, 24 വചനം, നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റിയിട്ട് നമ്മൾ വിളിക്കുമ്പോൾ ദൈവം നമ്മുടെ വിളിക്ക് ഉത്തരം തരും. അതുകൊണ്ട് നിലവിളി കേൾക്കുന്ന ദൈവം നമ്മുടെ വിളി. അപ്പോൾ ഞാൻ ഇത്രയും കാറിയിട്ടും നിലവിളിച്ചിട്ടും എന്തുകൊണ്ട് എൻ്റെ ദൈവം എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നില്ല എന്നാരെങ്കിലും ചിന്തിച്ചാൽ നീ ചിന്തിക്കേണ്ടത്,
സൂസന്നെ പറയുന്നത് പോലെ നിനക്കും പറയാൻ പറ്റുമോ? എൻ്റെ ഹൃദയം നിർമ്മലമാണ്, ഞാൻ പാപം ചെയ്തിട്ടില്ല, എൻ്റെ ദൈവത്തിൻ്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായിട്ട് ഞാൻ ചരിച്ചിട്ടില്ല, ജീവിച്ചിട്ടില്ല എന്ന് പറയണം. അപ്പോൾ കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചാണ് ഇന്നേ വരെ ഞാൻ ജീവിച്ചിട്ടുള്ളത് എന്ന് ഈ സന്തോഷത്തോടെ പറയണം. അപ്പോഴാണ് ദൈവത്തിൻ്റെ കൃപ നിനക്ക് ലഭിക്കുക. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ട് പാപ അവസ്ഥയിൽ അശുദ്ധിയിൽ ജീവിച്ചുകൊണ്ട് നമുക്ക് പരിശുദ്ധാത്മാവിൽ നിറയാനാവില്ല. ഹൃദയം നിർമ്മലമാക്കിയാൽ മാത്രമേ ആത്മാവിൻ്റെ പ്രവർത്തനം അനുഭവിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇന്ന് തന്നെ അതുകൊണ്ട് വക്രത എടുത്തുകൾ വക്രത ഈ കാലഘട്ടത്തിൻ്റെ വക്രത ഒരുപാടുണ്ട്. വക്രത, വഞ്ചന, നുണപറച്ചിൽ, ചതിയ്, ധനമോഹം, ഞാനെന്ന ഭാവം, അഹംഭാവം, ധനാസക്തി, അധികാരമോഹം, സ്ഥാനമാനങ്ങളുടെ മോഹം, ഭർത്താവിനോടുള്ള അവിശ്വസ്തത, ഭാര്യയോടുള്ള അവിശ്വസ്തത, മക്കളുള്ള അവിശ്വസ്തത, സത്യവിശ്വാസം വേർപെട്ടുള്ള ജീവിതം, തെറ്റായ വഴികളുള്ള ജീവിതങ്ങൾ, മന്ത്രവാദം, കൂടോത്രം, ക്ഷുദ്രപ്രയോഗവും, കൈനോട്ടും, വ്യഭിചാരം, സ്വയംഭോഗം, സ്വവർഗതി, ബ്ലൂ ഫിലിമുകൾ, തെറ്റായ മാർഗങ്ങൾ, ഇതൊക്കെ ഇങ്ങനെ ജീവിതത്തിൽ ഇങ്ങനെ പോകുന്ന വഴികൾ. അങ്ങനെയൊക്കെ പോയിട്ട് നമ്മൾ ദൈവമേ എന്ന് വിളിച്ച് എങ്ങനെ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുക? അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. സ്വന്തം സഹോദരനോട് സംസാരിച്ചിട്ട് വർഷങ്ങളായി, ഭാര്യയോട് സംസാരിച്ചിട്ട് നാളുകളേറെയായി, ഭർത്താവിനോട് സംസാരിച്ചിട്ട് നാളുകളേറെയായി, മക്കളോട് സ്നേഹിച്ചിട്ട് ചില ആളുകൾ വെറുപ്പ് സൂക്ഷിച്ച് വെച്ചിരിക്കുക, വൈരാഗ്യം സൂക്ഷിച്ച് വെച്ചിരിക്കുക, ചിലപ്പോൾ ജോലി സ്ഥലത്തിലെ ആളുകളോടൊക്കെ വെറുപ്പും വിദ്വേഷം സൂക്ഷിച്ച് വെച്ചിരിക്കുക. അവിടല്ലേ മത്തായിയുടെ സുവിശേഷം 5:22 പറയുന്നത്, നീ പ്രാർത്ഥിക്കാനായിട്ട് ബലിപീഠത്തിന് അരികെ വരുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് വിദ്വേഷമുണ്ടെന്ന് തോന്നുന്ന പക്ഷം ബലിവസ്തു അവിടെ വെച്ചിട്ട് പോയി നിന്റെ സഹോദരനുമായിട്ട് രമ്യപ്പെടുക, അതിനുശേഷം വന്നിട്ട് നീ ബലി അർപ്പിക്കുക. എന്ന് വെച്ചാൽ നീ ചെയ്യേണ്ട കാര്യം, നിൻ്റെ ഉള്ളിൽ ആരോടും പകയോ വിദ്വേഷമോ ഒന്നും ഉണ്ടാകരുത്. അത് വെച്ചുകൊണ്ട് നിനക്ക് ബലി അർപ്പിക്കാൻ പറ്റില്ല. നീ ബലി അർപ്പിച്ചാൽ നിൻ്റെ ബലിക്ക് ഉത്തരം കിട്ടില്ല. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. നിൻ്റെ കണ്ണുനീരിന് ഉത്തരം കിട്ടില്ല, നിൻ്റെ കരച്ചിലിന് ഉത്തരം കിട്ടില്ല. നമ്മൾ ചിലപ്പോൾ ദൈവമേ ഈ സ്ത്രീ എന്തോരം പ്രാർത്ഥിക്കുന്നു, എത്രയോ ധ്യാനങ്ങൾ കൂടി, എത്രയോ പള്ളികളിൽ പോയി, എന്തെല്ലാം നേർച്ച കാഴ്ചകൾ നിറവേറ്റുന്നു, എന്നിട്ടെന്തേ ചിലപ്പോൾ അമ്മയോട് തന്നെ മകൻ ചോദിക്കും, അമ്മ ഇത്രയും പ്രാർത്ഥിച്ചിട്ടെന്താ, ദൈവം എന്താ, ദൈവത്തിന് കണ്ണില്ലേ, ദൈവം ഇല്ലേ, ഇതൊക്കെ ചോദിക്കുന്ന ഒത്തിരി മക്കളുണ്ട് ലോകത്ത്. അതിനൊക്കെ ഒരു ഉത്തരവ് ഇതാണ്, നിൻ്റെ ഹൃദയം വിശുദ്ധമായിരിക്കണം, വിശുദ്ധിയോടെ നിന്ന് വേണം നീ പ്രാർത്ഥിക്കാൻ. അപ്പോഴാണ് നിൻ്റെ പ്രാർത്ഥനകൾക്ക് ദൈവം ഉത്തരം തരുന്ന അനുഭവം ഉണ്ടാകുക. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. ബന്ധനങ്ങളായിരുന്നു ആഭാസത്തെ പൈശാചിക ബന്ധം. അണക്കര മരിയൻ ധ്യാന കേന്ദ്രത്തിലേക്ക് ആളുകൾ വരുമ്പോൾ അവിടെ വരുന്നതോട് മുഴുവൻ ആളുകൾ അച്ഛൻ പറയുന്നത് ആദ്യത്തെ 3 ദിവസം പറഞ്ഞ് നിങ്ങൾ മനസ്സാന്തരപ്പെടുക, നന്നായിട്ട് കുമ്പസാരിക്കാൻ പറയും. അപ്പോൾ അവർ ഒരുങ്ങും. ചിലപ്പോൾ 2, 3, 4 വലിയ പേപ്പറുകൾ നിറച്ച് ഇവർ ജീവിതത്തിൽ മുഴുവൻ എഴുതി വെച്ചിട്ട് ഒരു പാപം പോലും മറച്ചു വെക്കാതെ മുഴുവൻ ഏറ്റുപറഞ്ഞ് കണ്ണുനീരൊടുക്കി കുമ്പസാരിച്ച് പശ്ചാത്തപിച്ച് ജീവിതം വിശുദ്ധീകരിച്ച് കഴിയുമ്പോൾ ആ നിമിഷം മുതൽ ദൈവം അവരുടെ ജീവിതത്തിൽ ഇടപെടുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. തമ്പുരാൻ നേരെ നിന്ന് ഇറങ്ങുന്ന ഇടപെടുന്നത് കാണാൻ പറ്റും. വിശുദ്ധീകരിക്കുമ്പോൾ വിശുദ്ധി വേണം. വിശുദ്ധി ഇല്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക ഒരിക്കലും സാധ്യമല്ല. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. ഹെബ്രായ ലേഖനത്തിൻ്റെ 12, 14, 15, 16 വചനം, എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവാൻ. വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കുക സാധ്യമല്ല. വിശുദ്ധിയില്ലാതെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്ത അതുകൊണ്ട്, ദൈവാനുഭവം പലർക്കും കിട്ടാത്തതുകൊണ്ട് ചിലപ്പോൾ ധ്യാനം കൊണ്ട് കുറച്ച് ധ്യാനത്തോട് തന്നെ അവഗണന ഇഷ്ടം പോകും. കാരണം ചെയ്യുന്ന പ്രാർത്ഥന ഫലമൊന്നുമില്ല. പ്രാർത്ഥന അവിടെ ഇത് ബൈബിളിൽ നിയമതാണ്. ഹൃദയം നിർമ്മലമാക്കണം, ദൈവകൽപ്പനയ്ക്ക് അനുസരിച്ചുള്ള ജീവിതം നയിക്കണം. ദൈവകൽപ്പന വിരുദ്ധമായത് എന്തോ വ്യക്തിയാകട്ടെ, വസ്തുവാകട്ടെ, സാഹചര്യമാകട്ടെ, സംഭവമാകട്ടെ, അത് എടുത്തു കളയണം. എടുത്തു കളഞ്ഞിട്ട് നമ്മൾ ദൈവമേന്ന് വിളിക്കുമ്പോഴാണ് ആ വിളിക്ക് അന്നപ്പം തന്നെ ഉത്തരം കിട്ടുക. അപ്പോഴാണ് അഭിഷേകം കിട്ടുക, അപ്പോഴാണ് കൃപ കിട്ടുക, അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ബന്ധനം കഴിയുക, അപ്പോൾ രോഗശാന്തി ഉണ്ടാവും. ആ സമയത്ത് രോഗശാന്തിയൊക്കെ സംഭവിക്കാം. ക്ഷമിച്ച് കഴിയുമ്പോൾ ഒക്കെ രോഗശാന്തി ഉണ്ടാവും. ക്ഷമ ചോദിച്ചു കഴിയുമ്പോൾ അത്ഭുത സൗഖ്യമുണ്ടാകും. നമ്മുടെ അഹങ്കാരമൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ ചെറിയവരായിട്ട് വേണം എളിമപ്പെട്ട് നിൽക്കുമ്പോഴൊക്കെ നമുക്ക് അനുഗ്രഹം കിട്ടുക. നമ്മൾ പാപത്തിൽ ജീവിച്ചുകൊണ്ട് നമ്മൾ ദൈവത്തെ വിളിച്ചാൽ അനുഗ്രഹം കിട്ടില്ല. പരദൂഷണം പറയുന്ന, കുറ്റം പറയുന്ന വ്യക്തി, മറ്റുള്ള കുറ്റങ്ങളൊക്കെ പറഞ്ഞ് പരത്തുന്ന വ്യക്തി, നിന്റെ നിലവിളി ദൈവം കേൾക്കുകയില്ല, നിന്റെ നേർച്ച കാഴ്ചയും ദൈവം കേൾക്കില്ല, കാണില്ല. അടുത്ത് പറയാണ്, ദൈവഭക്തനെ ബഹുമാനിക്കുന്ന ആദരിക്കുന്നവർക്ക് പറഞ്ഞ ഹല്ലേലൂയാ. ദൈവം തെരഞ്ഞെടുത്തവര്, തമ്പുരാന്റെ പ്രിയപ്പെട്ടവര്, അവരെയൊക്കെ ബഹുമാനിക്കുന്ന മക്കൾ, അവരെ ദൈവം കേൾക്കുള്ള പറയുന്നത്. വീണ്ടും പറയാ, പലിശ മേടിക്കുന്നവർ, എന്തുകൊണ്ട് ചൊല്ലണം പലിശ, ബ്ലേഡ്, ഇതിങ്ങനെ ചെയ്യുന്ന ദൈവം അവരുടെ കുടുംബത്തിൽ എനിക്കറിയാം. ഒരു കുടുംബം എനിക്കറിയാം, ഒരു മനുഷ്യൻ എനിക്ക് വർഷങ്ങൾക്കറിയാം, വലിയ അമിതമായ പലിശയ്ക്ക് ദൈവം ഇങ്ങനെ പണം കൊടുക്കുന്ന വ്യക്തിയാണ്.
ഒത്തിരി പലിശ. അങ്ങനെ ഒരുപാട് പണം ഉണ്ടാക്കി, വലിയ വീടൊക്കെ പണിതു, ഒരു വലിയ സംഭവമായിട്ട് മാറി. അപ്പം ഇദ്ദേഹം പള്ളി വരുന്ന വ്യക്തിയാണ്. പള്ളി വരും സ്ഥിരം പോകുന്നു. എനിക്കറിയാവുന്നൊരു സ്ഥലത്തെ ഒരാൾ, ഇയാളെ പലതവണ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ മനുഷ്യൻ ഞാൻ ആ പള്ളിയിൽ പോകുന്നൊക്കെ പല വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട് ഈ മനുഷ്യനെ. അപ്പം ഇദ്ദേഹം സ്ഥിരമായിട്ട് പള്ളി വരുന്ന വ്യക്തിയൊക്കെ, വളരെ ഭക്തനായ വ്യക്തിയാണ്. പള്ളിക്കകത്ത് വന്നാൽ മാതാവിൻ്റെ യേശുപിതാവിൻ്റെയും അന്തോനിസിൻ്റെ ഒക്കെ രൂപത്തിൻ്റെ അടുത്ത് പോയി നിന്ന് പ്രാർത്ഥിക്കുന്ന മനുഷ്യനും കൂടിയാണ്. കുർബാന സ്വീകരിക്കുന്ന, മുടങ്ങാതെ എല്ലാ ദിവസവും കുർബാനയിൽ പങ്കെടുക്കുന്ന മനുഷ്യൻ. പക്ഷേ ഇപ്പോൾ ആ കുടുംബം തകർന്നു. 2 പെമ്മക്കളുടെ 2 കല്യാണവും, 2 പേരുടെയും കല്യാണം വേർപെട്ടു. പ്രശ്നമാണ്. ഭാര്യയ്ക്ക് വയറിനകത്തൊരു ട്യൂമർ ഉണ്ടായിട്ട് ഓപ്പറേഷൻ ചെയ്തിപ്പോൾ കിടത്തിയിട്ടിരിക്കുക. പ്രശ്നമാണ്. അപ്പോൾ എല്ലാം തകർച്ചയാണ്, മുഴുവൻ തകർച്ചയാണ്, മുഴുവൻ പ്രശ്നമാണ്. കാരണം നോക്കുമ്പോൾ ഒരു പശ്ചാത്തലം പഠിക്കുമ്പോൾ ഈ അകൃത്യങ്ങളിലൂടെ പണമുണ്ടാക്കി, അതുകൊണ്ട് ഈ മനുഷ്യൻ്റെ നിലവിളിയോ ഈ നേർച്ച കാഴ്ചയോ ദൈവം ശ്രദ്ധിക്കുന്നില്ല. ദൈവം ഇതൊന്നും ശ്രദ്ധിക്കുന്നതേ ഇല്ല. കാരണം ഉള്ളിൽ അക്രമമുണ്ട്, വഞ്ചനയുണ്ട്. ചിലപ്പോൾ അതിനെ മുഴുവൻ ന്യായീകരിക്കുന്ന ശാസ്ത്രം പോലെ വ്യക്തിക്ക് കാണും. ഞാൻ എങ്ങനെയാണ് ഈ പണം ഉണ്ടാക്കുന്നത്, അതിന് മുഴുവനും ന്യായീകരിക്കുന്ന ശാസ്ത്രമുണ്ടാവും. പക്ഷെ അതൊന്നും പറഞ്ഞിട്ട് കാര്യം, ദൈവം നിന്റെ നിലവിളി കേൾക്കില്ല. ശ്രമപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയാ. തമ്പുരാന്റെ മുമ്പിൽ, ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ പറ്റില്ല, ഈശോ മിശിഹായുടെ മുമ്പിൽ നിൽക്കാൻ പറ്റില്ല. ചുമ്മാ നമുക്ക് പ്രാർത്ഥന, ചിലപ്പോൾ പള്ളി പോകുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷെ ഭയങ്കര തകർച്ചയുണ്ടാവും. സ്ഥലപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയാ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞൊരു സംഭവം, വലിയൊരു സംഭവം. ഒരു മനുഷ്യൻ ഒരുപാട് ഇപ്പോൾ തകർന്നൊരു കുടുംബം, ഒരുപാട് തകർന്നൊരു മനുഷ്യൻ. അപ്പം അദ്ദേഹത്തിന് ഒരു 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 നല്ലൊരു മേഖലയിൽ കഴിഞ്ഞൊരു വ്യക്തിയായിരുന്നു, നല്ലൊരു ജോലി മേഖലകൾ എല്ലാം തകർന്നു. ഇപ്പം മുഴുവൻ പ്രോബ്ലത്തിലായി. അദ്ദേഹത്തിൻ്റെ മോനാണെങ്കിൽ വളരെ എതിർപ്പിൻ്റെ സ്വഭാവം. അദ്ദേഹത്തിൻ്റെ ജോലി പോയി, ഒരു കേസിൽപ്പെട്ട് ജോലി പോയി. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ചെറിയൊരു ജോലിയുണ്ട്, ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ എല്ലാം തകർന്ന മനുഷ്യൻ. ഇദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹം വീട് വെക്കുമ്പോൾ, വീട് വെച്ചിട്ട് വീട് വെക്കാൻ തുടങ്ങുക. വീടിൻ്റെ കല്ലിടൽ കർമ്മം, ആദ്യത്തെ കല്ലിടുകയാണ്, തറക്കല്ലിടുന്ന ദിവസം. അപ്പോൾ തറക്കല്ലിടുന്ന ദിവസം വികാരിച്ചിന് വരാൻ താമസിച്ചു, അല്പം താമസിച്ചു. താമസിച്ചിട്ടാണ് വികാരിച്ചും വരുന്നത്. അപ്പോൾ ആ സമയത്ത് അവിടെ ഒരു ആശാരി, ഒരു മന്ത്രവാദി ആശാരി ഉണ്ട്. ആ ആശാരി അവിടെ നിന്നുകൊണ്ട് ഈ കല്ലിൽ അവനൊരു തേങ്ങായി ഉടച്ച്, ക്രിസ്തലോഷ് അവിടെ ഒരു കർമ്മങ്ങളൊക്കെ നടത്തി, എല്ലാം നടത്തി. ശരിക്കും എന്നിട്ട് വികാരിച്ചും വന്നു. വികാരിച്ചിന് ഇഷ്ടപ്പെട്ടില്ല. വികാരിച്ചൻ ഇവിടുന്ന് ഇത് കണ്ടവിടെ വികാരിച്ചും വിഷമിച്ച് വികാരിച്ചും പോയി. ക്രിസ്തലോഷ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇവൻ്റെ അപ്പനും സഹോദരനും കൂടെ വരുന്നത്. അപ്പനും അമ്മയും പറഞ്ഞു, അപ്പനും സഹോദരനും പറഞ്ഞു, നീ എന്തൊരു പ്രവൃത്തിയാണ് ചെയ്തത്, നീ എന്തോ? അപ്പോൾ അവൻ പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല, ഞാനിത് വെറുതെ ചെയ്താൽ, അതങ്ങനെ അവർ പണിക്ക് വേണ്ടി, കുഴപ്പമൊന്നുമില്ല ഒക്കെ ചോദിച്ചിട്ട് എല്ലാത്തിനും ന്യായീകരണം എല്ലാം കൊടുത്തു. ആളൊരു മന്ത്രവാദം കൂടോത്രമൊക്കെ നടത്തിയതാണ്. അവൻ പറയാണ്, എന്നോട് അദ്ദേഹത്തിൻ്റെ സഹോദരൻ തന്നെയാണ് പറയുന്നത്, അച്ചോ അന്ന് അവിടെ ഈ പണിയാൻ വേണ്ടി ലോഡ് കണക്കിന് മണൽ കൊണ്ടുവന്നിട്ടു, കല്ല് കൊണ്ടുവന്നിട്ടു, കമ്പി ഇറക്കി, എല്ലാം ചെയ്തിട്ടാണ്, എല്ലാം വാനമൊക്കെ മാന്തിയിട്ടാണ് മനോഹരമായ വീട് വെച്ച് തുടങ്ങിയത്. പക്ഷേ അച്ഛാ എൻ്റെ അടുത്തുനിന്ന് പറഞ്ഞ കാര്യമാണ്, ആ പണി നടന്നില്ല. പ്രിസലോഷ് അവിടെ പണിയാൻ പിന്നെ ഒരിക്കലും പറ്റിയിട്ടില്ല. പ്രിസലോഷ് എന്താ സംഭവിച്ചതെന്ന് അറിഞ്ഞുകൂടാ. അതേപടി കടന്നുപോയി. അത് പിന്നെ എന്തോ ആർക്കോ അത് വിറ്റു, മുഴുവനോടെ പറമ്പ് വിറ്റിട്ട് അദ്ദേഹം പോയി. പിന്നെ മുഴുവൻ തകർച്ചയാ. കാരണം പാപാവസ്ഥയിൽ നിന്നുകൊണ്ട് ദൈവകൽപ്പനകൾ ലംഘിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കേൾക്കുമെന്ന് ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കരുത്. ഒരിക്കലും ഒരു പയ്യൻ, അതെനിക്ക് എൻ്റെ ഇടവക ജീവിതത്തിൽ അനുഭവമാണ്. അപ്പോൾ ഇവൻ എൻ്റെ അടുത്ത് ഓടി വന്നിട്ട് പറഞ്ഞു, അച്ഛാ എൻ്റെ സഹോദരന് അവർ കുളിക്കാൻ പോയതാ, വലിയൊരു പുഴയിൽ കുളിക്കാൻ പോയപ്പോൾ പെട്ടെന്ന് അവന് ഫിറ്റ്സ് ഫിറ്റ്സ് രോഗം ഉള്ളവനായിരുന്നു ഇവൻ. അപ്പോൾ മരുന്ന് കൊടുത്ത് ഇവനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരുമായിരുന്നു. അപ്പോൾ അങ്ങനെ ക്ഷീണമൊന്നും ഇല്ലായിരുന്നു അങ്ങനെ. പക്ഷേ ഒരു ദിവസം ഇങ്ങനെ കുളിക്കാനൊക്കെ പോകാറുണ്ട്, അങ്ങനെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഒരു ദിവസം ഇങ്ങനെ പോയിട്ട് വന്നപ്പോഴത്തേക്കും ഇവന് ഫിറ്റ്സ് കൂടി, ശരിക്കും പുഴയിൽ മുങ്ങിപ്പോകണ്ട, കഷ്ടിച്ച് ഇവനെ കരകയറ്റി രക്ഷപ്പെടുത്തി. അപ്പം അതിനുശേഷം ജ്യേഷ്ഠൻ വന്ന് എന്നോട് പറയാം, അച്ഛാ എന്തെന്ന് അറിഞ്ഞുകൂടെ, ഞങ്ങളുടെ വീട്ടിൽ മുഴുവൻ തകർച്ചയാണ്, ഒന്നിന് പുറകെ ഒന്നായിട്ട് തകർച്ച. ഇവർ രണ്ടുപേരും, ഇവൻ മൂത്തവനാണെങ്കിൽ അവൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ്, അവൻ എംടെക് എഞ്ചിനീയറിങ് കഴിഞ്ഞവനാണ്. അപ്പം അവന് മുഴുവൻ പ്രോബ്ലമോ. അതുപോലെ തന്നെ ഈ ഇളയവനും എന്ത് നല്ല വിദ്യാഭ്യാസമുണ്ട്, പ്രശ്നം. ഒരു പെങ്ങളുണ്ട്, അതിനും പ്രശ്നങ്ങൾ, മുഴുവൻ പ്രോബ്ലമോ. അപ്പനൊരു ബാങ്കിൽ ജോലി ചെയ്യുന്ന മനുഷ്യനാണ്. അപ്പം ഈ മനുഷ്യനും ഒരുപാട് പ്രശ്നങ്ങൾ നടുവില്ല. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ ഹല്ലേലൂയാ. അപ്പം ഇത് വന്നപ്പോൾ അപ്പോൾ എന്നോട് അച്ഛാ എൻ്റെ അപ്പനും വീട്ടിൽ, ഞാൻ മോനെ വീട്ടിൽ പ്രാർത്ഥന ഉണ്ട്, ഇഷ്ടംപോലെ പ്രാർത്ഥനയാണ്. അമ്മ നന്നായിട്ട് പ്രാർത്ഥിക്കും, അപ്പനെന്നും പള്ളിയിൽ പോവും,
ഞങ്ങളെല്ലാം പക്ഷേ എല്ലാം തകരുക വെച്ചാൽ എല്ലാം തകരുക. എന്താണെന്ന് വെച്ചാൽ ഇവൻ്റെ ജോലിക്ക് എന്തൊക്കെ പ്രോബ്ലം ഉണ്ട് മൂത്തവന്. ഇതെല്ലാം പ്രശ്നങ്ങളൂടെയാണ് എൻ്റെ അടുത്ത് വരുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഞാനിവർ തലയൊക്കെ വെച്ചിങ്ങനെ സ്തുതിച്ചിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് ആത്മാവ് എനിക്ക് കാണിച്ചു തരുന്നൊരു സംഭവം വെച്ച് കഴിഞ്ഞാൽ ഒരു പള്ളി ഇങ്ങനെ പൂട്ടിയിട്ടിരിക്കുന്നതും ക്രിസ്തുലോഷ് ഒരു വൈദികൻ കരഞ്ഞുകൊണ്ടിരിക്കുന്നതും ആളുകളൊക്കെ പള്ളിക്ക് മുറ്റത്തും അവിടെയൊക്കെ നിൽക്കുന്ന ഒരു സംഭവം കാണും. പെട്ടെന്നൊരു ദർശനം പരിശുദ്ധമായി കാണിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇങ്ങനെ വല്ല സംഭവം പോന്നെ എന്നിട്ട് പിന്നെ ആഘോഷമൊക്കെ. അച്ഛൻ ഞങ്ങളും ചെയ്തിട്ടില്ല, ഞങ്ങളുടെ അപ്പന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട്. എന്താണാവോ, അന്ന് ഇദ്ദേഹം ഈ യൂത്തിൻ്റെ ഇദ്ദേഹത്തിൻ്റെ അപ്പൻ ബാങ്ക് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അപ്പൻ ഈ യൂത്തിൻ്റെ ഒരു ചാർജായിരുന്നു ഇടവകയിൽ. യൂത്തിൻ്റെ ചാർജ്. അപ്പോൾ അവിടുത്തെ അച്ഛനുമായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കിയ ശേഷം അപ്പോൾ പ്രശ്നം ഉണ്ടായി. അങ്ങനെ പല പ്രാവശ്യം പ്രശ്നം ഉണ്ടായി. ഒരിക്കൽ അച്ഛനെ പള്ളിക്കകത്തിട്ടും അതുപോലെ തന്നെ പള്ളിമുറിക്കകത്തിട്ടും അച്ഛനെ പൂട്ടിയിട്ടു. പ്രിസലോഷ് പൂട്ടിയിട്ടുകൊണ്ട് ഭയങ്കരമായിട്ട് കൊലവിളിയൊക്കെ നടത്തി. പിന്നെ അച്ഛൻ അതിന് ഞങ്ങൾ ക്ഷമയൊക്കെ പറഞ്ഞ എല്ലാം കഴിഞ്ഞ് ഞാൻ പറയാം, എന്താ എനിക്കറിയില്ല. ഇപ്പം നിങ്ങൾ എൻ്റെ അടുത്ത് നിന്നിപ്പം പരിശുദ്ധമാവെന്ന് എനിക്ക് കാണിച്ചു. അപ്പം അച്ഛനുണ്ടോ? അച്ഛൻ മരിക്കാറായിട്ട് ഇങ്ങനെ ഒരു വൃദ്ധഭവനത്തിൽ ഒരു അച്ഛൻ ഇങ്ങനെ കഴിയുന്നുണ്ട്. അച്ഛൻ പ്രീശ്വമി കഴിയുകയാണ്, എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു പോകാൻ പറഞ്ഞു. നിങ്ങൾ ഉടനെ പൊക്കോളാൻ പറഞ്ഞു. പോയിട്ട് അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥന മേടിക്കുക, അച്ഛൻ്റെ അടുത്ത് ഒന്ന് കുമ്പസാരിക്കുക, ഒന്നും കൂടെ ഏറ്റു പറ എന്ന് പ്രാർത്ഥന. ഈശോ പറയുന്നു, എനിക്കറിഞ്ഞുകൂടാ, നിങ്ങളുടെ നിലവിളിക്ക് ഉത്തരം കിട്ടണമെങ്കിൽ ഈ അശുദ്ധി മാറണം, ഈ ബന്ധനം മാറണം, ഈ ശാപം മാറണം, ഈ കേസ് മാറണം, എങ്കിലേ നിലവിളി ദൈവം കേൾക്കുള്ളൂ. അല്ലാണ്ട് രാത്രിയും പകലും ഉച്ചയ്ക്കെല്ലാം തിരിയായ തിരി മുഴുവൻ കത്തിച്ചു, നേർച്ചയായ നേർച്ച മുഴുവൻ നേർന്നു. എല്ലാം നേർന്നിട്ടും എന്തേ ധ്യാനങ്ങളും കൂടി അനുതാപം നടന്നിട്ടില്ല. അപ്പോൾ ഇവർ പറഞ്ഞു, അച്ഛാ അപ്പന് ഉള്ളിൽ വെറുപ്പുള്ള അപ്പനാ, അപ്പനങ്ങനെ ക്ഷമിച്ചു കൊടുക്കുന്ന ആളല്ല, അപ്പൻ ഭയങ്കര ആളാ, അപ്പനെല്ലാം കുമ്പസാരിക്കും, അപ്പം മാപ്പ് പറയും, ക്ഷമയൊക്കെ. പക്ഷെ ഉള്ളിലത് ഒരു പ്രതികാര ബുദ്ധിയുള്ള മനുഷ്യനാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുക, പ്രാർത്ഥിച്ചിട്ട് അപ്പനെയും കൂട്ടിക്കൊണ്ടു പോകും. അങ്ങനെ അവർ അപ്പനെയും കൂട്ടിക്കൊണ്ടുവർ പിന്നീട് അച്ഛൻ്റെ അടുത്ത് കൊണ്ടുപോയി. എല്ലാവരും കൊണ്ട് ചെന്നു, മൊത്തം പോയി മുട്ടുമേ നിന്നു. അച്ഛന് മാപ്പ്. അച്ഛൻ പറഞ്ഞു, ഞാൻ ഓർക്കുന്നു, കാരണം അച്ഛൻ വൃദ്ധനായി, അച്ഛന് ഒത്തിരി പ്രായമായിട്ടിരിക്കുക, മരിക്കാനായിട്ട് കഴിയിരിക്കുന്ന സമയത്ത് അച്ഛൻ ഞാനൊക്കെ മറന്നുപോയി. അച്ഛനെ കൊണ്ട് ഓർത്തിട്ട് അച്ഛൻ പ്രാർത്ഥിച്ചൊക്കെ വിട്ടു. ശരിക്കും അതിനുശേഷം കുടുംബത്തിൽ അത്ഭുതകരമായ മാറ്റം തുടങ്ങി. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ. അതിനുശേഷം കുടുംബത്തിൽ വലിയൊരു വിടുതലും വലിയൊരു സൗഖ്യവും വലിയൊരു മാനസാന്തരവും കുടുംബത്തിലുണ്ട്. അതുകൊണ്ട് ഒത്തിരി മാറ്റങ്ങൾ കുടുംബത്തിൽ സംഭവിച്ചു. ഇപ്പോൾ എനിക്കറിയാം, ചില സമയത്ത് അവർ എൻ്റെ അടുത്ത് വരാറുണ്ട് പ്രാർത്ഥിക്കാനായിട്ട്. ഒത്തിരി മാറ്റം, ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിക്കഴിഞ്ഞു. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, അശുദ്ധി മാറാതെ നമ്മുടെ നിലവിളി ദൈവം കേൾക്കില്ല. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ. ചില വിദ്വേഷമായിരിക്കാം അപ്പനോട്. ചിലപ്പോൾ ഒരാളെ കോടതി കയറ്റിയിട്ട് അങ്ങനെ ഇട്ട് ഇങ്ങനെ പ്രശ്നം അതിങ്ങനെ പിടിച്ചു വച്ചിരിക്കുന്നതുകൊണ്ട് നിന്റെ നിലവിളി നിന്റെ പ്രാർത്ഥനയ്ക്കൊന്നും ഉത്തരം കിട്ടില്ല. അപ്പോൾ ചിലപ്പോൾ നീ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവേണ്ടി വരും, കോടികളുടെ നഷ്ടം സഹിക്കേണ്ടി വരും. അത് സഹിച്ചാൽ മാത്രമേ ദൈവം നിന്റെ നിലവിളികൾക്കുകയും നിന്റെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ കൃപകൾ ഒഴുകപ്പെടുകയും ചെയ്യുള്ളൂ. I will never know how much it cost to see my sin upon that cross. I will never know how much it cost to see my sin upon that cross. I will never know how much it cost to see ഈശോയുടെ കുരിശിലേക്ക് ജീവിതം കൊടുത്തുകൊണ്ട് ഈശോയെ വിളിക്കട്ടെ. ശക്തി വ്യാപരിക്കട്ടെ. Sanctify me, oh Lord, sanctify me, sanctify me, oh Lord, sanctify me, oh Lord. കരമുടിയത്തി ഈശോയെ ഉച്ചത്തിൽ ഈശോയെ കരങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ.
ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ഈ കൂട്ടായ്മയുടെ മേൽ, ഈ മക്കളുടെ മേൽ, ഒരു ശരീരത്തിൻ്റെ മേൽ, മനസ്സിൻ്റെ മേൽ, സ്ഥലത്തിൻ്റെ മേൽ തിരുമയുടെ അന്ധകാര ശക്തികൾ രഹസ്യമായി പരസ്യമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഉദ്ധിതനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ, ഈ പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിരിക്കുന്ന ഉദ്ധിതനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഞാനവയെ ബന്ധിക്കുന്നു. ബന്ധിച്ചത് കൈയൊട്ട് 30 ബഹിഷ്കരിക്കുന്നു. ആശീർവദിക്കുന്ന സമയമാണ്. 2 കരം ഉയർത്തി സ്തുതിച്ച സമയത്ത് അനേകം മക്കളെ കർത്താവ് പ്രചോദിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, 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 സ്വേ ഹല്ലേലൂയ, 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 സ്വേ